മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഖുതുബിയ്യത്ത് എന്ന് പറയുന്നത്. എവിടുന്ന ഇയാൾ നീച്ചു വരുന്ന ഇയാൾക്ക് എന്തേ പറ്റിയത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖുതുബിയ്യത്ത് തവസ്സുല. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർളി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തുല്ലാഹി ഫീനാ മുഹിയദ്ദീനി. മുഹിയദ്ദീൻ ശൈഖനെ നേരിട്ട് വിളിക്കല്ലേ? ഇത് ഇസ്തിഗാസയാ മൗലവി. ഖുതുബിയ്യത്തൊക്കെ തവസ്സുല എന്നിട്ട് മൗലവി ഇങ്ങനെ ഉരുളാ നോക്കുക. പറയാ ഞങ്ങള് മുഹിയദ്ദീൻ. അപ്പൊ ഇത് വാപ്പ പഠിപ്പിച്ചു കൊടുത്തപ്പോ മോൻ വാപ്പാടല്ലേ മോന്, പേരോടിന്റെ വത്സല പുത്രൻ അതാ കടന്നു വരുന്നു. ഓനിങ്ങനെ വീർപ്പിച്ചിങ്ങനെ വരിക. ആ ചൂടുള്ള ചേമ്പ് തൊള്ളേട്ടമായി ഇങ്ങനെ തൊള്ളൊക്കെ നിറച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബേജാറാക്കുക അവന്. പേടിപ്പിക്കുക. അതൊന്നും നടക്കൂല മോനെ. വാപ്പാൻ തന്നെ ഞങ്ങൾ ഒരു വൈക്ക് സൈഡാക്കിക്കണ് ആദർശപരമായിട്ട്. എന്നിട്ടപ്പ മോന് മോൻ വന്നോട്ടെ, മോൻ ഇടപെടട്ടെ, വാപ്പാടല്ലേ മോന് വരട്ടെ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലസീ ഞങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ. ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. അതന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെ എന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മൾ ആരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഭയങ്കര തെളിവായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിട്ടാണ് ദുആ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആരോടും ചോദിക്കണ്ടെന്നാ? നമ്മളാരും മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാറില്ല, ബദരീങ്ങളോട് ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞിരുന്നു വഴിപ്പാറ വെച്ചിട്ട്, നമ്മളാരും എന്നുള്ളതിൽ ഈ എന്റെ വാപ്പാൻ അംഗീകരിക്കുന്ന ആൾക്കാരും സുന്നികളായി ഞങ്ങളെ കൂട്ടണ്ട. ഇത് നമ്മൾ ക്ലിപ്പ് ഇട്ടപ്പോ ഓന് വിഷമിക്കുക, ഓനക്കൊരു സങ്കടം, ഓനക്കൊരു പ്രയാസം. ഓന്റെ പരാതി എന്താ? എന്റെ ക്ലിപ്പ് കക്കണേന്ന്. ആരായി പറയണേ? ക്ലിപ്പ് കക്കലിന്റെ ആശാന്മാർ. കേരളത്തിൽ ഏറ്റവും വലിയ ക്ലിപ്പ് വീരനും ക്ലിപ്പ് മുറിയനും ഇവന്റെ സ്വന്തം പിതാവാ. ആ വാപ്പാടാ മോനാ പറയണ്. അതൊന്ന് പറഞ്ഞിട്ടോ, എന്റെ സങ്കടം ഒന്ന് കേട്ടോളൂ നിങ്ങള്. അപ്പുറം ഇപ്പുറം കണ്ടിട്ട് പുത്തൻവാദികൾക്ക് ചുവട് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുതലികളായ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ കട്ട് ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകൾക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാതല്ലാതെ എന്ത് ചെയ്യാൻ? അപ്പുറം ഇപ്പുറം കട്ടുകളെയാണ്. നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് എന്ന് പറയണം. നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് കണ്ടോങ്ങള്. ക്ലിപ്പ് കക്കാണ്, ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണ്ടേന്ന്. വാപ്പാക്ക് വേണ്ടി ദ്വാരക്കുണ്ട്. ഓ അയൽവാദിയാ, ഇരുട്ടിന്റെ ആളാ. വാപ്പാക്കൊന്ന് വെളിച്ചം കൊടുക്കാൻ വേണ്ടി ദ്വാരക്ക് പോലും. ഞങ്ങൾ ചോദിക്കുന്നു, വാപ്പാനും മോനി ഒരേ രൂപത്തിൽ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ഈ ആശയത്തിനെതിരായി നിങ്ങളെ ക്ലിപ്പിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ തയ്യാറാകണം. അപ്പൊ അതുകൊണ്ട് ആ തോന്നിവാസമൊക്കെ നിർത്തുക, ഈ ഇസ്തിഗാസ വിരോധമൊക്കെ അവസാനിപ്പിക്കുക. മശായിഖന്മാര് പഠിപ്പിച്ച ഹക്കായ വഴിയിൽ സുന്നത്തി ജമാഅത്തിലേക്ക് വന്നിട്ട് നീങ്ങുക. കെ.എം. മൗലയുടെ വഴിയെ കൊണ്ട് ഒഴിവാക്കുക. മുൻഗാമികൾ പഠിപ്പിച്ച ഹക്കായ വഴിയിൽ വരിക. അള്ളാഹു ഇങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഹിദായത്തിന്റെ വെളിച്ചം വാപ്പാക്കും മോനുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ഞമ്മക്കൊക്കെ അള്ളാഹു ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.